ക്ഷേത്രങ്ങളിലെ നിവേദ്യം, ഭക്തർക്ക് നൽകുന്ന പ്രസാദം എന്നിവയിൽ നിന്ന് അരളിപ്പൂവ് ഒഴിവാക്കി. ഇന്ന് ചേർന്ന തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിലാണ് തീരുമാനമെടുത്തത്. അതേസമയം പൂജയ്ക്ക് അരളിപ്പൂവ് ഉപയോഗിക്കുന്നതിന് തടസ്സമില്ല. പായസ നിവേദ്യം ഉൾപ്പെടെയുള്ള നിവേദ്യങ്ങൾ, ഭക്തർക്ക് ഇലയിൽ നൽകുന്ന ചന്ദനം ഉൾപ്പെടെയുള്ള പ്രസാദം എന്നിവയിൽ അരളിപ്പൂവ് ഒഴിവാക്കും. അരളിയിൽ വിഷാംശമുണ്ടെന്ന റിപ്പോർട്ടുകളെ തുടർന്നാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് യോഗത്തിന്റെ തീരുമാനം. ഡയറക്റ്റായി ഭക്തരിലേക്ക് എത്തുന്ന വഴിപാടാണല്ലോ നിവേദ്യ സമർപ്പണം. അതിൽ ഇത് ഉപയോഗിക്കാൻ പാടില്ല, അരളിപ്പൂ ഉപയോഗിക്കാൻ പാടില്ല. മാത്രമല്ല പ്രസാദം ഭക്തർക്ക് നേരിട്ട് നൽകുന്നതാണ്, അതിലും അരളിപ്പൂ ഉപയോഗിക്കാൻ പാടില്ല. അത് രണ്ടുമാണ് ബോർഡ് എടുത്തിരിക്കുന്ന തീരുമാനം. അതേസമയം പൂജകൾക്കും മറ്റും അരളിപ്പൂവിന് നിരോധനമില്ല. ദേവീക്ഷേത്രങ്ങളിൽ പൂജയ്ക്ക് അരളിപ്പൂവ് പ്രധാനവുമാണ്. മാത്രവുമല്ല, അരളിപ്പൂവ് പൂർണ്ണമായി നിരോധിച്ചാൽ പുഷ്പാഭിഷേകം പോലെയുള്ള വഴിപാടുകൾക്ക് ഇരട്ടിയിലധികം ചെലവേറും. ശാസ്ത്രീയ പരിശോധനാ ഫലം വന്നതിന് ശേഷം പൂർണ്ണ നിരോധനത്തെക്കുറിച്ച് ആലോചിക്കാമെന്ന നിലപാടിലാണ് ദേവസ്വം ബോർഡ്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.